സാർ, ഈ ഹത്രാസ് UAPA കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന സിദ്ദിഖാപ്പൻ മാധ്യമപ്രവർത്തകൻ അവകാശപ്പെടുന്നത് ഇയാളിപ്പോൾ കൊച്ചിയിൽ അനുമതിയില്ലാതെ ഒരു യോഗം സംഘടിപ്പിക്കുന്നു. അതായത് റിജാസിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. ഇയാളും UAPA കേസിൽ പ്രതിയാണ്. ഈ കേസിൽ പോലീസ് അവിടെ ചെല്ലുന്നു, അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു. 11 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അണികളൊക്കെ പ്രതിഷേധിച്ചപ്പോൾ അണികളെ പോലീസ് തല്ലുകയും ചെയ്തു. പക്ഷേ സിദ്ദിഖാപ്പൻ ഉൾപ്പെടെയുള്ളവർ പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങിയെന്നാണ് കേൾക്കുന്നത്. സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്? ഇത് ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TP സെൻകുമാറിൻ്റെ ഒരു പോസ്റ്റ് ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നു. TP സെൻകുമാർ പോസ്റ്റിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും ഒരു കേരളീയ സമൂഹത്തിനൊരു മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഇവിടെ ഇങ്ങനെ ഈ റിജാസിൻ്റെ മോചനം ആവശ്യപ്പെട്ടിട്ട് സിദ്ദിഖാപ്പൻ ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നു. ഇത് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത് തടയേണ്ട സംഘടന ഇടപെടുന്നില്ല. സെൻകുമാറിൻ്റെ ആരോപണം BJPക്കെതിരെയാണ്. തടയേണ്ടത് BJP ആണല്ലോ. BJP ഒന്നും ചെയ്യുന്നില്ല. BJP അങ്ങനെ ഒന്നും ചെയ്യാത്തതിന് കാരണം BJPയുടെ ആഫീസിൽ കാപ്പനുമായി ബന്ധപ്പെട്ട ഒരാൾ ഇരിക്കുന്നു എന്നാണ്. കാരണം ഡൽഹിയിൽ പത്രപ്രവർത്തകനായിരുന്ന ഒരാൾ, KUWJയിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം BJPയുടെ ഈ സോഷ്യൽ മീഡിയ സെൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. KUWJയുടെ സമ്മേളനം എറണാകുളത്ത് അടുത്ത കാലത്ത് നടക്കുമ്പോഴും കാപ്പൻ്റെ കൂടെയുള്ള ചിത്രങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ചിത്രം ഞാനും പങ്കുവച്ചിരുന്നു ഈ കാപ്പൻ്റെ കൂടെ. ഇപ്പോൾ അത് ആ ആള് സോഷ്യൽ മീഡിയ കൺവീനർ ആകുന്നതിന് മുമ്പാണ്. അപ്പോൾ TP സെൻകുമാറിൻ്റെ പോസ്റ്റിൻ്റെ താഴെ ഇന്ന ആളല്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. കാരണം ഇതാരാണെന്ന് സെൻകുമാർ പേര് പറഞ്ഞിരുന്നില്ല. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാണെന്ന് അറിയണമല്ലോ. അപ്പൊ ഇന്ന ആളല്ലേ എന്ന് ഞാനും ചോദിച്ചിരുന്നു. അപ്പോൾ കാരണം മുമ്പ് അവരുമായി ബന്ധപ്പെട്ട പത്രത്തിൽ ഡൽഹി ലേഖകനായിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഈ യോഗം ഇവിടെ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പോലീസ് കമ്മീഷണർ നിർദ്ദേശം കൊടുത്തിട്ട് അടിച്ചോടിക്കുന്നത്. ഈ റിജാസിന്റെ മോചനം ആവശ്യപ്പെട്ടിട്ടാണല്ലോ കാപ്പൻ വന്നിരിക്കുന്നത്. കാപ്പൻ ഈ സെൻകുമാർ പോസ്റ്റ് ഇട്ടപ്പോൾ ഉടനെ സെൻകുമാർ ചൂണ്ടിക്കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന ആളാണ് ഈ കാപ്പൻ. കാപ്പന്റെ കേസ് ഡൽഹിയിലെ BJP നേതാക്കളെ കൊല്ലാനായിട്ട് പദ്ധതി തയ്യാറാക്കി എന്നൊക്കെയുള്ള കേസാണ്. കപിൽ മിശ്രയൊക്കെ പോലുള്ള അല്ലേ? അപ്പൊ അങ്ങനത്തെ ആളുകളെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചു BJP നേതാക്കളെ എന്നൊക്കെയുള്ള കേസൊക്കെ ആയിരുന്നു. അപ്പൊ ജാമ്യത്തിൽ ലക്നൗ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുകയാണ്. 28 മാസം ജയിലിൽ കിടന്നതാണ് ഹത്രാസ് അവിടെ മധുര ടോൾ പ്ലാസയിൽ വെച്ചിട്ട് പിടികൂടിയിട്ട്. അപ്പോൾ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് സെൻകുമാർ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ BJP പ്രതിഷേധിക്കണമായിരുന്നു എന്നുള്ളതാണ് സെൻകുമാർ പറഞ്ഞത്. അപ്പൊ സെൻകുമാർ ഈ പോസ്റ്റ് ഇട്ട ഉടനെ കാപ്പൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, സെൻകുമാർ ഒന്നുമല്ല എനിക്ക് ജാമ്യം തന്നിട്ടുള്ളത്, എനിക്ക് ജാമ്യം തന്നിട്ടുള്ളത് വേറെ ആണുങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ കയറി സെൻകുമാർ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ്. സെൻകുമാർ അല്ല എനിക്ക് ജാമ്യം തന്ന് എന്ന് പറഞ്ഞ് ഇത് റിപ്പോർട്ടർ ചാനലിൻ്റെ അകത്തുമൊക്കെ വലിയ ചർച്ചയൊക്കെ ആയി. റിപ്പോർട്ടർ ചാനൽ മറ്റേ ജന്മഭൂമിയിൽ പത്രപ്രവർത്തകനായിരുന്ന ആളുടെ പേരുമൊക്കെ പറഞ്ഞു. ഞാനെന്തിനാ ഇനി മറച്ചു വെക്കുന്നത്? സന്ദീപ് സോമനാഥ് ആണ് ഈ BJPയുടെ കൺവീനർ. അപ്പോൾ ഇതിന് മറുപടിയായിട്ടപ്പോൾ സെൻകുമാർ പറഞ്ഞു, തീവ്രവാദിയെ മെഗാസ്റ്റാർ ചിരഞ്ജീവി എന്ന് വിളിക്കാൻ പറ്റുമോ? കാപ്പൻ്റെ കോപ്പല്ല, എൻ്റെ കോമൺ സെൻസ്. ഏത് വ്യാജവേഷം കെട്ടിയാലും ഭാരതത്തിനെ തകർക്കാൻ നടക്കുന്ന ഭീകരവാദി തന്നെ. ഇയാൾ ഏതിൻ്റെ പത്രപ്രവർത്തകനായിരുന്നു എന്നും ചോദിച്ചു. സംഗതി ശരി, അഴിമുഖം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ആളുകൾക്കൊന്നും വലിയ ധാരണയൊന്നും ഇല്ലാത്ത ഒരു ഓൺലൈൻ ഇല്ലേ മീഡിയയിലാണ് കാപ്പൻ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഇതൊരു ഫ്രണ്ട് മാത്രമാണല്ലോ. ഇപ്പൊ നമ്മൾ നേരത്തെ രാവിലെ ചർച്ച ചെയ്തപ്പോ ഒരാളൊരു കമ്പനിയുടെ CEO എന്ന് പറഞ്ഞിട്ട് ഭീകരപ്രവർത്തനം നടത്തുകയായിരുന്നില്ലേ? എല്ലാരും ചോദിക്കുമ്പോ CEO ആണെന്ന് പറയാം. ഇയാള് പോപ്പുലർ ഫ്രണ്ടിന്റെ ആളാണല്ലോ കാപ്പൻ. ആ FIR ഒക്കെ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ തിങ്ക് ടാങ്കിന്റെ ഭാഗമായിരുന്നു കാപ്പൻ എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. കാപ്പൻ
പല ആളുകളെയും കൊല്ലാൻ വേണ്ടിയിട്ട് ആളുകളെ വിളിച്ചു കൂട്ടിയൊക്കെ നടക്കുകയായിരുന്നു. ഹത്രാസിൽ പോയി എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. പത്രപ്രവർത്തകനായിട്ട് നടക്കുകയാണെങ്കിലും ഭീകരപ്രവർത്തകനാണ്. ഇതാണ് കേസിൻ്റെ FIRലുള്ള കാര്യം. അപ്പോൾ UP പോലീസ് 2020 ഒക്ടോബർ 5-ാം തീയതി അവിടെ കാപ്പനെയും വേറെ 2 പേരെയും പിടികൂടി അന്ന്. എന്നിട്ട് ജയിലിലാവുകയാണ്. ഹത്രാസിലൊരു ദളിത് സ്ത്രീ ഇല്ലേ, ദളിത് യുവതി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. UAPA മാത്രമല്ല, പിന്നെ PMLA കേസുമൊക്കെ വന്നു ഇല്ലേ, വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനമൊക്കെ. അപ്പോൾ ഈ കാപ്പൻ്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിൽ റൌഫ് ഷെറീഫ് ഉണ്ട്, KA റൌഫ് ഷെറീഫ്, അത്തിഖുർ റഹ്മാൻ ഉണ്ട്, മസൂദ് അഹമ്മദ് ഉണ്ട്, മുഹമ്മദ് ആലം ഉണ്ട്, അബ്ദുൾ റസാഖ്, അഷ്റഫ് ഖാദിർ, ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. ഇതിൽ റഹ്മാൻ കാമ്പസ് ഫ്രണ്ടിൻ്റെ ട്രഷററായിരുന്നു, അഹമ്മദ് ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ മുകളിലിരുന്ന് ഈ യുവാക്കളെയൊക്കെ നയിച്ച് ഇവരെയൊക്കെ കൊലപാതകത്തിനും ജിഹാദിനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ജിഹാദിന് വേണ്ടി നടക്കുന്ന ഒരു സംഘടനയല്ലേ, അല്ലാതെ മാന്യമായി പ്രവർത്തനം നടത്തുന്നതല്ലല്ലോ. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി നടക്കുന്ന ഒരാൾ ഇതാണ്. അപ്പൊ കാപ്പൻ ഇപ്പോ റിജാസിന്റെ മോചനം ആവശ്യപ്പെട്ടു. റിജാസ് എന്തുകൊണ്ടെന്നറിയോ ജയിലിൽ കിടക്കുന്ന? ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് നമ്മുടെ പട്ടാളത്തിനെതിരെ സോഷ്യൽ മീഡിയയില് വലിയ പ്രചാരണം നടത്തി, ചാറ്റുകളൊക്കെ നടത്തിയിരുന്നു. ഒരു പാകിസ്ഥാൻ തീവ്രവാദിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി. ആ ചാറ്റിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. അങ്ങനെ UAPA കേസിൽപ്പെട്ടിട്ടാണ് റിജാസ്. ആ റിജാസിനെ വിടണം എന്നാണ് ഇങ്ങേര് പറയുന്നത് അല്ലേ, ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ പാകിസ്ഥാന്റെ കൂടെയാണ്. ഈ കാപ്പനും ഈ റിജാസും ഒക്കെ പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്, IS-ന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. സെൻകുമാർ പറഞ്ഞതല്ലേ ശരി, ദേശവിരുദ്ധനാണ്. ദേശവിരുദ്ധന്റെ കൂടെ BJP നിൽക്കരുത് എന്നുള്ളതാണ് സെൻകുമാർ പറഞ്ഞതല്ലേ ശരിയേ. അപ്പോൾ ഈ തീവ്രവാദി എങ്ങനെയാണ് മെഗാസ്റ്റാർ എന്നും ചിരഞ്ജീവി എന്നൊക്കെ വിളിക്കാൻ പറയുന്നത്? സെൻകുമാറിനെ കാപ്പൻ എതിർക്കാൻ മാത്രം കാപ്പനാരാ അല്ലേ? റേഞ്ച് എന്താ റേഞ്ച് സെൻകുമാർ ഇവരെയൊക്കെ അമർച്ച ചെയ്ത് നടന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ജാമ്യം എന്താണ്, ജാമ്യ വ്യവസ്ഥകൾ എന്താന്നൊക്കെ വ്യക്തമായ ധാരണയുള്ള ആളാണ്. സാർ, ഈ കാപ്പൻ തന്നെ ഒരു പ്രസംഗത്തിൽ പറയുകയാണ്, ഈ KUWJ എന്ന് പറയുന്നത്, അതായത് പത്രപ്രവർത്തകരുടെ സംഘടനയായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ചില കാര്യങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് വേണ്ടി, അതായത് ഈ യൂട്യൂബർമാർക്ക് വേണ്ടിയിട്ട് പ്രസ്താവന ഇറക്കാറുണ്ട് KUWJ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ലോക്കൽ ജേർണലിസ്റ്റ് എന്ന് പറയാവുന്ന ഈ റിജാസിനെ പോലെയുള്ള UAPA ചുമത്തിയവർക്ക് വേണ്ടിയിട്ടാണ് KUWJ രംഗത്തിറങ്ങണം. അതായത് ഇന്നലെ KUWJ ഈ കാപ്പന് വേണ്ടി രംഗത്തിറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഇതേ കാപ്പൻ KUWJ കുറ്റപ്പെടുത്തുക ചെയ്യുന്നത്. ഇവര് ഓരോരോ സമയത്ത് ഇത്തരം സംഗതികളെയൊക്കെ ഉപയോഗപ്പെടുത്തും. നമ്മള് കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇല്ലേ, കേരളത്തിലെ എന്താണ് മാധ്യമ അക്കാദമി ഇല്ലേ, മീഡിയ അക്കാദമി അല്ലെ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ നടത്തിയിരുന്നത്. കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ വേറെ നിൽക്കണം, ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകണം എന്നുള്ളതല്ലേ. ഇവര് റാണ അയ്യൂബ് എന്ന് പറഞ്ഞൊരു, അവരും മാധ്യമപ്രവർത്തകരെന്നും പറഞ്ഞല്ലേ നടക്കുന്നത്. പക്ഷെ ദേശവിരുദ്ധത അല്ലേ, അവരും ഇതുപോലത്തെ കേസുകളിൽ പെട്ടിട്ടുള്ള സ്ത്രീയല്ലേ. ഇവിടെ മുഴുവൻ ആഴ്ച ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഈ റാണ അയ്യൂബിന്റെ കൂടെ എൻ്റെ ദുഃഖം മനോരമയിൽ പിന്നെ എൻ്റെയൊക്കെ മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന തോമസ് ജേക്കബ് ഈ റാണ അയ്യൂബിന്റെ കൂടെ ഒരു വേദി പങ്കിട്ടു. അപ്പോ ഇങ്ങനെയുള്ള ഈ ദേശവിരുദ്ധ പ്രവർത്തകരെയൊക്കെ ആനയിച്ച് നടക്കുകയാണ് ഈ KUWJ. ഈ സംസ്ഥാന സമ്മേളന സ്ഥലത്ത് കാപ്പൻ വന്നിരുന്നു എറണാകുളത്ത് അടുത്ത കാലത്ത്. ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഇത് ആരെങ്കിലുമൊക്കെ പറയാനായിട്ട് വേണ്ടേ? അതുകൊണ്ട് സെൻകുമാർ പറഞ്ഞത് ശരിയാ, കാപ്പനല്ല കോപ്പനായാലും കൊള്ളാം, ആ കയ്യിലുള്ള കോപ്പൊക്കെ കക്ഷത്തിലിരുന്നാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.